2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്ക് മാറ്റം വരികയാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി മണ്ഡലവും കൊച്ചി മണ്ഡലവും ലക്ഷ്യം വെച്ചുകൊണ്ട് UDF നടക്കുന്ന സീറ്റുമാറ്റ ചർച്ചകൾ വലിയ പ്രാധാന്യമാണ് നേടുന്നത്. നിലവിൽ കളമശ്ശേരി മുസ്ലിം ലീഗിൻ്റെ കൈവശമാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും കൊച്ചി സീറ്റ് ലീഗിന് കൈമാറുകയും ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചയിലുള്ളത്. ഇത് വെറും സീറ്റ് മാറ്റം മാത്രമല്ല, മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ നിർണായക ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ നീക്കത്തിൻ്റെ ഗൗരവം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ P. രാജീവ്, അദ്ദേഹം ഏതാണ്ട് 15,000-ന് മുകളിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കളമശ്ശേരിയിൽ വിജയം നേടിയെടുത്തത്. എന്നാൽ ആ വിജയം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF വലിയൊരു ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കളമശ്ശേരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് 38,000-ലധികം വോട്ടിൻ്റെ ലീഡ് UDF നേടിയെടുത്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 15,000-നും മുകളിലുള്ള വോട്ടിൽ പരാജയപ്പെട്ട മുന്നണി പിന്നീട് 38,000-ഓളം വോട്ടിൻ്റെ ലീഡ് ആ മണ്ഡലത്തിൽ നേടുന്നത് സാധാരണ രാഷ്ട്രീയ ചലനമല്ല. വോട്ടർമാരുടെ മനോഭാവത്തിലുണ്ടായ ഗണ്യമായ മാറ്റത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഏതാണ്ട് UDF 14,000-ഓളം വോട്ടിൻ്റെ ലീഡ് അവിടെ സ്വന്തമാക്കിയതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. ലോക്സഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ ഒരു മുന്നേറ്റം ചേർത്ത് നോക്കുമ്പോൾ കളമശ്ശേരി ഇപ്പോൾ ശക്തമായ മത്സര ഭൂമിയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസ് അദ്ദേഹം കളമശ്ശേരിയിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത്. സംഘടനാ രംഗത്ത് സജീവ സാന്നിധ്യവും വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന നേതൃത്വ ശേഷിയും യുവജനങ്ങളെ ആകർഷിക്കുന്ന പ്രതിച്ഛായയും ഷിയാസിനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. ജില്ലാതലത്തിൽ പാർട്ടി ഘടകങ്ങളെ ഒത്തുചേർക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അത് മണ്ഡല തലത്തിലും പ്രതിഫലിക്കുമെന്നതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലോക്സഭയിൽ 38,000-ലധികം വോട്ടിൻ്റെ ലീഡും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 14,000-ലേറെ വോട്ടിൻ്റെ മുൻതൂക്കവും ചേർന്ന് ഒരു ശക്തമായ അടിത്തറയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 2021 15,000 വോട്ടിന് LDF നേടിയ വിജയം ഇപ്പോൾ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. പ്രത്യേകിച്ച് യുവ വോട്ടർമാരും നഗരമധ്യവർഗവും ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അത് കോൺഗ്രസിന് അനുകൂലമാകുന്നുവെന്നതാണ് വിലയിരുത്തൽ. മുഹമ്മദ് ഷിയാസിൻ്റെ വരവ് സംഘടനാ തലത്തിൽ വലിയ ഉണർവുണ്ടാക്കുമെന്നതാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത്. ജില്ലാ രാഷ്ട്രീയത്തിൽ വ്യക്തമായ സാന്നിധ്യമുള്ള ഒരു നേതാവ് നേരിട്ട് മത്സര രംഗത്തിറങ്ങുമ്പോൾ പ്രവർത്തകരുടെ ആവേശം ഉറപ്പായും ഇരട്ടിയാകും. കൂടാതെ മുന്നണിയിലെ ഘടകകക്ഷികളുടെ ഏകോപനം ഉറപ്പാക്കുവാനും അത് സഹായകമാകും. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് മാറ്റ ധാരണ നടപ്പായാൽ പരമ്പരാഗത വോട്ടുകളുടെ ഏകീകരണവും ശക്തമാകും. കളമശ്ശേരി മണ്ഡലം വ്യവസായ, വിദ്യാഭ്യാസ, IT മേഖലകളുടെ സംഗമ കേന്ദ്രമായതിനാൽ വിവിധ സാമൂഹിക വിഭാഗങ്ങളുടെ വോട്ടുകൾ അതിനിർണായകമാണ്. ഈ വിഭാഗങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുഹമ്മദ് ഷിയാസിന് മുൻതൂക്കം ലഭിക്കുമെന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ UDF തരംഗം അത് നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുവാനാകുമെങ്കിൽ 2026 കളമശ്ശേരി UDF അനുകൂലമായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒട്ടുമിക്ക രാഷ്ട്രീയ വിശകലനങ്ങളും ഇപ്പോൾ ഒരേ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2021 15,000-ൽ പരം വോട്ടിൻ്റെ LDF ലീഡ് ഇനി സുരക്ഷിതമല്ല. 38,000-ഓളം വോട്ടിൻ്റെ ലോക്സഭാ ലീഡും 14,000-ലേറെ വോട്ടിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലീഡും അതൊക്കെ ഒത്തുചേർന്നെങ്കിൽ ഒരു സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയുടെ വരവ് UDF പുത്തൻ ഉണർവായി മാറുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ 2026 പോരാട്ടത്തിൽ കളമശ്ശേരി മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധഭൂമികകളിൽ ഒന്നായി മാറുമെന്നത് തീർച്ചയാണ്.